ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വിളിപ്പേര് തിരുത്തി ഇടതാണ്, ഇടതിൽ ഇടർച്ചയില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു CPI. ഇതൊരു സർക്കാരോ എന്ന ചോദ്യത്തിന് 7ാം നാൾ ഇതൊരു സർക്കാരാണ് എന്ന് തെളിയിച്ചതിന്റെ ക്രെഡിറ്റ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അവകാശപ്പെട്ടതാണ്. ഇടത് മുദ്രാവാക്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ ഇടത് സർക്കാരിനാവില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിലാപത്തിനും മറുപടിയായിരിക്കുന്നു PM ശ്രീ പിന്മാറ്റമല്ലാതെ വഴിയില്ല എന്ന നിലപാട്. PM ശ്രീ ഒപ്പിടാൻ തീരുമാനിച്ച തലപ്പത്തുനിന്നു തന്നെ പദ്ധതി മരവിപ്പിച്ചുവെന്ന് പറയിച്ചതിന്റെ ക്രെഡിറ്റും ബിനോയ് വിശ്വത്തിനുള്ളതാണ്. CPIക്കൊപ്പം ഇരുട്ടിൽ നിർത്തപ്പെട്ട CPM ജനറൽ സെക്രട്ടറി MA ബേബിക്കും വെളിച്ചം തെളിച്ചതിൽ ക്രെഡിറ്റുണ്ട്. മുഖ്യമന്ത്രിക്കും കഴിയാത്ത അനുനയം നടപ്പാക്കിയത് ജനറൽ സെക്രട്ടറിയുടെ കരുത്തുറ്റ ഇടപെടലാണ്. ഉപസമിതി തീരുമാനം വരെ മരവിപ്പിക്കുന്ന PM ശ്രീ റിവ്യൂവിലായതിനാൽ തൽക്കാലം കമന്റില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മിനി ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തി PM ശ്രീ ക്ഷീണം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഫലിച്ചിട്ടുണ്ട്? ബിഗ് ബി വിജയമോ എന്നതാണ് ചോദ്യം. CPMൽ നിന്നും അഡ്വക്കേറ്റ് D സുരേഷ് കുമാറാണ്, മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, ABVPയിൽ നിന്നും EU ഈശ്വരപ്രസാദ്, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ NP ചെക്കുട്ടിയിലേക്കാണ് പോകുന്നത്. ശ്രീ NP ചെക്കുട്ടി, ഇടത് വ്യതിയാനം സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് തുടക്കം മുതൽ CPI എടുത്തു പോകുന്നത്. അപ്പോൾ പതിവിന് വിരുദ്ധമായി അസാധാരണമായ നീക്കത്തിലൂടെ, അസാധാരണ ശ്രമങ്ങളിലൂടെ CPI നിലപാട് വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ PM ശ്രീയിൽ നിന്നും പിന്നാക്കം പോകുന്ന ഈ തീരുമാനത്തെ അങ്ങെങ്ങനെ കാണുന്നു? തീർച്ചയായും അത് CPIയുടെ ഒരു വിജയം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ദീർഘകാലമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു കീഴിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. CPIയുടെ നിലപാടുകളെ, അവരുടെ താല്പര്യങ്ങളെ, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സമീപനങ്ങളെ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നൊരു സമീപനമാണ് CPM കാണിച്ചിരുന്നത്. പക്ഷേ അതിന് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്ന് വളരെ കർശനമായൊരു പൊസിഷനിലേക്ക് CPI എത്തിച്ചേർന്നിട്ടുണ്ട്. ബിനോയ് വിശ്വം എന്ന് പറയുന്ന അവരുടെ നേതാവ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കരുത്ത് തെളിയിച്ച ഒരു സന്ദർഭം തന്നെയാണ്. ബിനോയ് പുതുതായിട്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയത്. നേരത്തെ വെളിയം ഭാർഗവനെ പോലുള്ള ആളുകൾ എടുത്തിരുന്ന വളരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഉടമ തന്നെയാണ് താനും എന്ന് ബിനോയ് തെളിയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനപ്പുറം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് കാണുന്നത്, ഇതിനൊരു ബലിയാടുണ്ടാവും. ആ ബലിയാടായിട്ട് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് നമ്മുടെ ശിവൻകുട്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശിവൻകുട്ടി എല്ലാവിധ രാഷ്ട്രീയ മര്യാദകളെയും ലംഘിച്ചതായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണാം. ക്യാബിനറ്റിന് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയം ക്യാബിനറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് കേരളീയ സമൂഹത്തിന് മുമ്പിൽ, LDFന് മുമ്പിൽ വലിയ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ശിവൻകുട്ടി അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്, മുഖ്യമന്ത്രിയുടെ ആ പഴയ അപ്രമാദിത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഈ അമിതമായിട്ടുള്ള ശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ അത് തിരുത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം CPMനകത്ത് MA ബേബി അടക്കമുള്ള പുതിയ ലീഡർഷിപ്പ് ഉയർന്നു വരികയാണ്. ആ പുതിയ ലീഡർഷിപ്പിന് മുമ്പിൽ പിണറായി നേരത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അമിതമായിട്ടുള്ള അധികാരവും ശക്തിയും ഇന്ന് കുറേയൊക്കെ തകർന്നതായിട്ട് നമ്മൾ കാണുന്നത്. പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റെപ്പ് പിന്നോട്ട് വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പറയേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം നേരത്തെ സീതാറാം യെച്ചൂരിയൊക്കെ മാധ്യമങ്ങളോട് കൃത്യമായൊരു വിശദീകരണം നൽകുമായിരുന്നു. പക്ഷേ മാധ്യമങ്ങളോട് അതൊന്നും വിശദീകരിക്കുന്നില്ല എങ്കിലും CPIയുമായുള്ള ആദ്യത്തെ ചർച്ചയിൽ, D രാജയുമായുള്ള ചർച്ചയിൽ, ദേശീയ നേതാക്കളുമായുള്ള ചർച്ചയിൽ അദ്ദേഹം ചില നിസ്സഹായതകൾ പറഞ്ഞു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതിൽ പരസ്യമായി തന്നെ CPI നേതാക്കളും പ്രതികരിച്ചതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അതായത് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ കേരളത്തിൽ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന ചർച്ചകൾ CPIയെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകരുത്, അതിൽ ഈ പറഞ്ഞ മന്ത്രിസഭാ ഉപസമിതി എന്നടക്കമുള്ള ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും വരുന്നതിലൊക്കെ അദ്ദേഹത്തിന് റോൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഒരിടയ്ക്ക് പോയ കാര്യമാണത്. അല്ല, തീർച്ചയായും MA ബേബി, ഞാൻ അദ്ദേഹത്തെ 75-76 കാലത്ത് അദ്ദേഹം SFIയുടെ പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്.
അന്ന് മുതൽ ഇന്ന് വരെ ബേബി അങ്ങനെ ഒരു അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രദർശനം നടത്തുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ രീതികൾ കുറേയൊക്കെ സൂക്ഷ്മ തലത്തിലുള്ളതാണ്. വളരെ വലിയ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വലിയ ക്ലാരിറ്റി ഉള്ള ഒരു നേതാവാണ് ബേബി. അതുകൊണ്ട് തന്നെ ബേബിയെ പോലെ ഒരാൾ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ തൻ്റെ നിലപാടിലേക്ക് പതുക്കെ പതുക്കെയാണെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും CPM-ൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കരുത്ത് വീണ്ടും തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ബേബി യഥാർത്ഥത്തിൽ കരുത്തനായിട്ടുള്ള നേതാവായിട്ട് ദേശീയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു എന്ന കൃത്യമായ സന്ദേശം കൊടുക്കുന്ന ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശരി, ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ വന്നിരിക്കുന്ന PM ശ്രീയിൽ നിന്നും പിന്നാക്കം പോകാനുള്ള അല്ലെങ്കിൽ മരവിപ്പിച്ച് നിർത്താനുള്ള തീരുമാനത്തെ ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അത് ആ പദ്ധതി വേണ്ട എന്നുള്ളതാണല്ലോ നിങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു അഭിപ്രായം. അത് CPI-യുടെയും ശക്തമായ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായത്തിന് വില കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ തീരുമാനം ഏതായാലും ഇപ്പോൾ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലത്തില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2020 പ്രപ്പോസ് ചെയ്യപ്പെട്ട ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2022 ഇംപ്ലിമെൻ്റ് ചെയ്ത സമയം തൊട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയിലെ CPM അടക്കമുള്ള എല്ലാവരും തന്നെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് നമുക്ക് പറ്റിയതല്ല, നമ്മുടെ രാജ്യത്തിന് പറ്റിയതല്ല, നമ്മുടെ കേരളത്തിന് ഒട്ടും പറ്റിയതല്ല എന്ന സുദൃഢവും സുനിശ്ചിതവുമായ തീരുമാനം എല്ലാ പാർട്ടികളും ഡിക്ലെയർ ചെയ്താണ്. ഇത് സംബന്ധമായി ഇതിലെ ഈ വർഗീയ അജണ്ട ഏതാണെന്നുള്ളത് കൃത്യമായി എണ്ണിപ്പറഞ്ഞ് നിരവധി ലേഖനങ്ങൾ ദേശാഭിമാനിയിലും അതുപോലെ തന്നെ ജനയൂത്തിലും ചന്ദ്രികയിലും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നതാണ്. നമ്മളെല്ലാ പാർട്ടികളും BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരുപോലെ ഇത്ര കാലം മലയാളികളോട് പറഞ്ഞിരുന്നത് എന്താണോ അതിനൊക്കെ കാറ്റിൽ പറത്തി വലിയ ഒരു ഒളിച്ചുകളിയിലൂടെ ഇവിടുത്തെ നിയമത്തെയും ചട്ടങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തിയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ വിദ്യാഭ്യാസ നയത്തിൽ ഒരു വിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഒപ്പുവെക്കുന്നത്. ഈ ഒപ്പുവെക്കലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 166 പ്രകാരമാണ് ഈ സ്റ്റേറ്റുകൾക്ക് റൂൾസ് ആൻഡ് ബിസിനസ് ഉണ്ടാക്കേണ്ടത്. ഈ റൂൾസ് ആൻഡ് ബിസിനസ് പ്രകാരം ഒരു പോളിസി മാറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണെങ്കിൽ അവിടെ നിൽക്കട്ടെ, ഒരു പോളിസി മാറ്റർ, ഇതിൻ്റെ പേരെൻ്റെ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ അല്ലേ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പോളിസി മാറ്റർ അതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ്. അതാണ് നമ്മുടെ റൂൾസ് ആൻഡ് ബിസിനസ്സിലുള്ളത്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മുഖ്യമന്ത്രിക്കോ ഈവൻ മന്ത്രിക്കോ പോലും അധികാരമില്ല. എന്നാൽ ഇവിടെ ക്യാബിനറ്റിൽ വെക്കുക പോലും ചെയ്തിട്ടില്ല. 2 തവണ ക്യാബിനറ്റിലേക്ക് ഇത് വന്ന സമയത്തും വളരെ കൃത്യമായി CPI മന്ത്രിമാർ ക്യാബിനറ്റിൽ അത് ആവശ്യപ്പെട്ടതാണ്. എവിടെ അത്? അപ്പോൾ ക്യാബിനറ്റിൽ വെച്ചാൽ അത് പാസ്സാക്കപ്പെടുകയല്ലേ ചെയ്യുക, അത് CPI-യുടെ എതിർപ്പിനാൽ മാറ്റിവെക്കപ്പെടും. അതുകൊണ്ട് 2 തവണയും വെച്ചില്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? 10-ാം തീയതി മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നു, 15-ാം തീയതി ഇവിടെ ഒപ്പുവെക്കുന്നു, 22-ാം തീയതി കൂടിയ ക്യാബിനറ്റ് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ പോലും 7 ദിവസം മുമ്പ് ഡൽഹിയിൽ ഒപ്പുവെച്ച കാര്യം മറച്ചു വെക്കുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുഴുവൻ തെറ്റ ചെയ്തത് ഒരാൾ ഒരു മോഷണം നടത്തുന്നു, നേരം വെളുക്കാൻ നേരത്ത് വെളിച്ചം വെച്ചു, പെട്ടെന്ന് പിടിക്കപ്പെട്ടപ്പം ആ മോഷണ വസ്തു തസ്കരൻ എന്ത് ചെയ്യുക, എന്നാൽ അത് പിടിച്ചോ, ഇതല്ല എനിക്ക് വേണ്ടത്. അങ്ങനാണ്ട് മോഷ്ടിച്ച സാധനം തിരിച്ചാണ്ട് കൊടുത്താൽ വിഷയം തീരുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? ഇത് വളരെ കുറ്റകരമായ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് ഇതിൽ. കാരണം ഒരു മന്ത്രി ഒരു നിർദ്ദേശം കൊടുത്ത് ഒരു സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി എന്ത് ചെയ്യാണ്, പോയി ഒപ്പുവെക്കുകയാണ്. മന്ത്രിക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ അധികാരമില്ല. അതുകൂടെ ചെയ്യപ്പെട്ടു. മാത്രമല്ല, ഇത് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിച്ച്, നിങ്ങൾക്കറിയല്ലോ കേരളത്തിലെ 8 മുഖ്യ പത്രങ്ങളിലെ തലക്കെട്ട് എന്താ? ഇത് എന്ത് ഗവൺമെൻറ് എന്നാണ് ബിനോയ് വിശ്വൻ ചോദിച്ചത്. ഇത് എന്ത് ഗവൺമെൻറ്? എന്നാൽ അന്നേ ദിവസം പുറത്തിറങ്ങിയ ദേശാഭിമാനി എന്ന ഒരേ ഒരു പത്രത്തിൽ എന്താ അറിയോ? ഇത് കുട്ടികൾക്ക് വേണ്ടി എന്നാണ്. കുട്ടികൾക്ക് വേണ്ടി. ഏത് കുട്ടികൾക്ക് വേണ്ടിയാ? ദേശാഭിമാനി സത്യം പറഞ്ഞോ എന്ന് ഞാൻ സംശയിക്കുന്നു. സത്യമാണ്. ഇത് 3 കുട്ടികൾക്ക് വേണ്ടിയാണ്. ഒന്ന് തൈക്കണ്ടിയിൽ വീണ, ഒന്ന് വിവേക് കിരൺ, വേറൊന്ന് കൊച്ചു മോൻ ഇഷാൻ. സത്യ ദേശാഭിമാനി പറഞ്ഞത്. വേറെ ആർക്ക് വേണ്ടി?
ആർക്ക് വേണ്ടി? 3.5 കോടി മലയാളികളെ നേരെ പല്ലളിച്ച് കാട്ടില്ല ഇവർ ചെയ്തത്. അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, ഉടനീളം ഇത് വർഗീയ അധിഷ്ഠിതമാണെന്ന് പറയാം. എന്നിട്ട് പറയാം നയം മാറ്റി. എപ്പം മാറ്റി? എത്ര നാണം കെട്ടായി പിൻവാങ്ങല്. എന്നിട്ട് ഇപ്പോൾ ഒരു ക്ഷേമ പെൻഷൻ 400 റുപ്യ കൂട്ടിക്കൊടുത്താൽ, ഈ മലയാളി കിറ്റ് കൊടുത്താലും 400 റുപ്യ പൈസ കൊടുത്താലും മലയാളീനെ കയ്യിലെടുക്കാമെന്ന് നിങ്ങളാരെ കരുതിയോ? 3.5 കോടി വരുന്ന മലയാളികളെ അപമാനിക്കല്ലേ ഇത് ചെയ്തത്? ശരി, പക്ഷേ അത് ഫലം ചെയ്യുമെന്നുള്ളതാണ്. നാളത്തെ തലക്കെട്ട് മാറുകയാണ്, പത്രങ്ങളിലെ തലക്കെട്ട് മാറുകയാണല്ലോ. ശ്രീ കെ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ, ഇപ്പോൾ അതാണ് വരാം. ശ്രീ കെ സുരേന്ദ്രൻ, PM ശ്രീയിലേക്ക് തൽക്കാലമില്ല. PM ശ്രീ തൽക്കാലം മരവിപ്പിക്കുന്നു. ഒരു റിവ്യൂവിന് ശേഷമേ അതിൽ ആലോചനകൾ നടത്തുകയുള്ളൂ. റിവ്യൂക്കായി ഒരു മന്ത്രിസഭാ സമിതിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. 7 മന്ത്രിമാരുടെ അടങ്ങുന്ന സമിതി. അവരത് പരിശോധിച്ച ശേഷം PM ശ്രീയിലെ കുഴപ്പങ്ങളും ഗുണങ്ങളുമൊക്കെ പരിശോധിക്കും. ഏതായാലും കേന്ദ്രത്തിന് കത്തയക്കാൻ പോകുന്നു, തൽക്കാലം ഞങ്ങളില്ല എന്ന്. അതിനോട് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? ഇത് വളരെ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലുള്ളത് കൊണ്ട് ഇതൊരു വലിയ വിവാദമായപ്പോൾ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കരാറിൽ സർക്കാർ ഒപ്പിട്ടതിന് ശേഷം, അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. കരാർ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ അതിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ 8-7 മന്ത്രിമാരെ വെച്ചു എന്ന് പറയുന്നത് തന്നെ ഇത്രയും ആഭാസകരമായ ഒരു നടപടി നമ്മൾ ഒരു ജനാധിപത്യത്തിലും കണ്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് അത്ര എളുപ്പമല്ല. അല്ലല്ല, ഞാൻ ചോദിക്കല്ല, അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ. ഞാൻ എന്തിനായിരുന്നു ഇത് പഠിച്ചിട്ട് ഒപ്പിട്ടാ മതിയായിരുന്നില്ലേ? എന്തിനായിരുന്നു ഇത്ര ഒളിച്ചുകളി? രണ്ടാമത്തെ കാര്യം, ഇത് അത്ര എളുപ്പത്തിൽ പിന്മാറാൻ പറ്റുന്നതല്ല. ഇന്നും മുഖ്യമന്ത്രി കരാറിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടില്ല. തൽക്കാലത്തേക്ക് ഒരു കത്തയച്ച് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച്, അല്ലാതെ PM ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് ഇനി പിന്മാറാൻ കഴിയില്ല. അതിപ്പോ തീരുമാനം. ശ്രീ സുരേന്ദ്രൻ, ആയിക്കോട്ടെ, അറിയിച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് ആ MOUയിൽ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത് മറച്ചു വെക്കുന്നത്. MOUയിൽ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞില്ലേ അങ്ങനെ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല. കേന്ദ്രം വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ കേന്ദ്രത്തിന് പിന്മാറാമെന്നല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഇത് പിന്മാറാൻ കഴിയില്ല. മാത്രമല്ല, PM ശ്രീ പദ്ധതി ഈ ഒരു തരത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അത് ഇന്ന് മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല ഞാനിപ്പോ പറയുന്നില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇത് അപകടമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഗുണമുള്ള കാര്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കരാറിൽ ഒപ്പിട്ടത്. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യാണ്. ഇവിടെ ആരോ പറയുന്നത് കേട്ടോ, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് എല്ലാം ഒപ്പിട്ടല്ലോ, അവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ, അതിനൊന്നും ആർക്കും പരാതിയില്ലല്ലോ. കേരളത്തിൽ വരുമ്പോ ഇത് കേരളമാണെന്നുള്ള ഒരു പ്രചരണം, ഈ ലെഫ്റ്റിന്റെ നിലപാട് ഈ രാജ്യത്തിന്റെ നിലപാടിനെതിരാണ്. അതാണ് പ്രശ്നം. ആ പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. ലെഫ്റ്റ് എന്താണോ ചിന്തിക്കുന്നത്, രാജ്യം അതിനെതിരായിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, അതുപോലെ ഡിജിറ്റലൈസേഷനെ എതിർത്തു, നമ്മൾ GST എതിർത്തു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എതിർത്തിട്ട് അവസാനം എല്ലാം അംഗീകരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ട്രാക്ടറിനെ തടഞ്ഞ പാർട്ടിക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതെല്ലാം അംഗീകരിച്ച് ഒരു 10 കൊല്ലം എടുക്കും അവർക്ക് ഇതെല്ലാം അംഗീകരിക്കാൻ. ഇപ്പൊ തന്നെ 4 കൊല്ലം നഷ്ടമായി. സത്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന, രക്ഷിതാക്കളോട് ചെയ്യുന്ന, വിദ്യാഭ്യാസ സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേറ്റത്തെ അനീതിയാണിത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് BJP ആണ് വലുത്, CPI-യേക്കാൾ വലുത് BJP ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ള ആരോപണവും ഉണ്ട്. അതിനോടുള്ള മറുപടി എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, രാജസ്ഥാനിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണോ? കർണാടകയിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണോ? ഹിമാചൽ പ്രദേശിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണോ? തെലങ്കാനയിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണ്. കോൺഗ്രസിന് എന്ത് ഐഡിയോളജിയാണുള്ളത്? ഈ ലീഗുകാർ ഇവിടെ പറയുന്നുണ്ട് ഭയങ്കര വലിയ വർത്തമാനം. ലീഗിന്റെ പ്രധാന മുഖ്യ കക്ഷിയായിട്ടുള്ള UDF-ലെ മുഖ്യ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് ആകെ ഇപ്പൊ 3 സ്ഥലമേ ഉള്ളൂ. നേരത്തെ രാജസ്ഥാൻ ഉണ്ടായിരുന്നു, അതും ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് കോൺഗ്രസ് ആളുകളെ പറ്റിക്കുകയാണ്. ഇത് സത്യത്തിൽ 3 സംസ്ഥാനങ്ങൾക്കൊഴിച്ച് ബംഗാൾ, തമിഴ്നാട്, കേരളം, അവര് ആന്റി ഇന്ത്യൻ, ആന്റി നാഷണൽ നിലപാടുകളാണ് പല കാര്യങ്ങളിലും അവർ സ്വീകരിക്കുന്നത്. അവർ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കുന്നില്ല, അവർ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ട് കോൺഗ്രസുകാരൊക്കെ ഒപ്പിട്ടു, ബാക്കി മമതാ ബാനർജിയും തമിഴ്നാടും കേരളവും. ഇത് കേരളത്തിന് വൈകാതെ നടപ്പാക്കേണ്ടി വരും. അപ്പൊ ഈ നഷ്ടത്തിന് ആരും ഉത്തരം പറയും? ഐഡിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ കെ സുരേന്ദ്രൻ, PM ശ്രീയിൽ ഒപ്പുവച്ച ശേഷം പിന്മാറിയ ഒരു
ചരിത്രമുണ്ട്. പഞ്ചാബ് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ പഞ്ചാബിന് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അങ്ങ് തടഞ്ഞു വെച്ചു. 515 കോടിയോളം രൂപ അങ്ങോട്ട് തടഞ്ഞു വെക്കുകയായിരുന്നു. 2023-24 വർഷത്തെ SSK ഫണ്ടും 350 കോടി തടഞ്ഞു. 2024 കിട്ടേണ്ട 165 കോടിയും തടഞ്ഞു. അങ്ങനെ ഫണ്ട് കിട്ടാതായതോടുകൂടി വീണ്ടും അവർ PM ശ്രീ ഒപ്പിടാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇതൊരു സമ്മർദ്ദ തന്ത്രമല്ലേ? ഇതൊന്നും എഴുതി വെക്കപ്പെട്ട കാര്യമല്ല. അതായത് PM ശ്രീയിൽ ഒപ്പിട്ടാലേ SSK നൽകൂ എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അതാണ് ഇവിടെ കേരളവും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അലിഖിതമായ ചില ചട്ടങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു, സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന ആരോപണത്തിന് എന്താണ് മറുപടി? അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം. കൺകറന്റ് ലിസ്റ്റിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അവസാനം കേന്ദ്രത്തിന്റെ നയം എന്താണോ അതാണ് നടപ്പാക്കുന്നത്. ഇതിപ്പോ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്താ ആരും കോടതി പോകാത്തത്? എന്താ പഞ്ചാബിന് കോടതി പോയിട്ട് ഞങ്ങളുടെ SSK ഫണ്ട് തരണം എന്ന് പറയാൻ പറ്റാതെ കോടതി ഒന്നും അംഗീകരിക്കാത്തത്? എത്രയോ ലിറ്റിഗേഷൻ NEPക്കെതിരായിട്ട് പോയിട്ടുണ്ട്. ഒന്നും നിൽക്കുന്നതല്ല. കാരണം ഇത് വളരെ പുരോഗമനപരമായിട്ടുള്ളതാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, ലോകോത്തര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കാരമാണ്. അത് കേരളം മാത്രം അംഗീകരിക്കാതിരുന്ന നഷ്ടം കേരളത്തിനേ ഉള്ളൂ. കേന്ദ്രത്തിന് എന്താണ് നഷ്ടം? കേരളത്തിന്റെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ സമൂഹത്തിന് നഷ്ടമാണ്. ശരി, അങ്ങ് പറയുന്ന ഒരു കാര്യം കൂടി വ്യക്തത വരുത്തണം. അതായത് ഈ കരിക്കുലത്തിൽ ഇടപെടില്ല. അങ്ങ് പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യോജിപ്പുള്ള കാര്യമാണ്. NEPയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ വികസനം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കരിക്കുലത്തിലേക്ക്, പാഠ്യപദ്ധതിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ CPയുടെ എതിർപ്പിനും കാരണം. അങ്ങ് തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു സവർക്കറെ ഒക്കെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം SCERT ആണല്ലോ, സ്റ്റേറ്റ് സിലബസിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റില്ല, അങ്ങനെ കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല എന്ന്. പക്ഷേ ഇവിടെ ഒരു സിലബസ്, ഒരു പാഠപുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് NCERTയെ അറിയിക്കേണ്ടി വരും എന്ന് മറിച്ചൊരു വാദവുമുണ്ട്. അതിൽ ആത്യന്തികമായി കേന്ദ്രത്തെ അറിയിക്കേണ്ടി വരില്ലേ ഇതാണ് സിലബസ് എന്ന്? അല്ല, കരിക്കുലം തയ്യാറാക്കുന്നത് SCERT ആണ്. പക്ഷേ NEPയുടെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ NEP കേന്ദ്രം ഒന്നും ഇടപെടുന്നില്ല. ഇവിടെ കള്ളപ്രചരണം ചരിത്രമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഈ കള്ളച്ചരിത്രം എവിടെയാണ് പഠിപ്പിച്ചത്? നമ്മൾ ഇത്രയും കാലം കള്ളച്ചരിത്രമാണ് പഠിച്ചത്. പിന്നെ എന്താ സംശയം? ഗാന്ധിയെ കൊന്നത് RSS എന്നല്ലേ നമ്മളിപ്പോ ഇവര് പറഞ്ഞു നടക്കുന്നത്? ഗാന്ധിയെ കൊന്നത് RSS. ഗാന്ധി എങ്ങനെയാ മരിച്ചത്? എന്റെ ചോദ്യം, ഗാന്ധിയെ കൊന്നത് RSS അല്ല, അതാണ് പ്രശ്നം. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ്. ഗാന്ധിയെ കൊന്നത് കപൂർ കമ്മീഷൻ. ഗോഡ്സെയുടെ ആശയം എന്തായിരുന്നു? ഗോഡ്സെയുടെ ആശയം എന്താണ്? നമ്മുടെ ചാറ്റർജി ഉണ്ടായിരുന്നില്ലേ, സോമനാഥ് ചാറ്റർജി, അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. വേറെയൊന്നും അറിയില്ല താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. എന്നാ പിന്നെ CPM ആണ് കൊന്നെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്താണ്? അല്ല, ഹിന്ദു മഹാസഭയാണ് പ്രവർത്തിച്ചത്. നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളല്ലേ, സംവിധാനമല്ലേ? ഞാൻ ചോദിക്കട്ടെ, മാവോയിസ്റ്റുകളുടെ ആശയം എന്താണ്? ഞാനിപ്പോ പിണറായി വിജയൻ മാവോയിസ്റ്റ് ആണ്, ഇവിടെ കൊല്ലം നടക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഈ മാതിരി മുടന്തൻ ന്യായങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. കള്ളപ്രചരണം നടത്തി അത് ടെക്സ്റ്റ് ബുക്കിലാക്കി കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് അത് സാധിക്കില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു RSS ചരിത്രവും ഒരു കാവ്യവൽക്കരണവും RSS നിരോധിക്കപ്പെട്ട ചില സമയങ്ങളുണ്ടല്ലോ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ പിൻവലിച്ചു. അതേ കാരണം പറഞ്ഞിട്ട് കൊന്നതിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം തെളിവില്ല എന്നല്ല, എത്രയോ കോടതി നടപടികൾ, അതിനുള്ള സമയമല്ലേ ഇപ്പൊ. കോടതി നടപടി ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ജുഡീഷ്യൽ കമ്മീഷനുണ്ട്, കോർട്ട് നടപടികളുണ്ട്, അവിടെ നടന്ന വാദങ്ങളുണ്ട്. ഒരു തെളിവുമില്ലാത്ത ഒരു കള്ളപ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി, അല്ലെ കോൺഗ്രസ്സുകാർ നടത്തി. അത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു കേന്ദ്ര ഇടപെടലും ഇല്ല. NCERT എല്ലാ സഹായവും ചെയ്യാണ്. ഇപ്പൊ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. ഞാൻ നേരത്തെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഇറക്കിയ കൈപ്പുസ്തകത്തിന്റെ ആദ്യ വാചകം തന്നെ ഇതാണ്: NEP 2020 തുടർച്ചയായി കേരളത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പൊ പഠിപ്പിക്കുന്നത് പല കാര്യങ്ങളും. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾക്ക് ഇതൊന്നും അറിയാത്തത്, ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് കുട്ടികളിൽ ഇപ്പൊ നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിൽ എന്താണ് നേരിടേണ്ടി വരിക? അതുകൂടി അങ്ങ് പറഞ്ഞിട്ട് അങ്ങേക്ക് ചർച്ചയിൽ നിന്ന് അല്ലല്ല, അതെനിക്കറിയില്ല. ഞാൻ കേന്ദ്ര സർക്കാരിൽ പ്രതിനിധിയല്ല. സാധാരണഗതിയിൽ പഞ്ചാബിനോട് ചെയ്തത് നമ്മളോടും ചെയ്യുമോ? പഞ്ചാബ് അല്ല, എല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്നേ. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല. അല്ല, അതിനാണല്ലോ അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണെന്ന്. കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ ഗവൺമെന്റ് ആവശ്യമായ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് അല്ലാതെ തന്നെ തരേണ്ടതാണ്. ഈ PM ശ്രീ പദ്ധതിയുടെ ഫണ്ടിനല്ല ശരിക്കും ഇത് ഒപ്പിട്ടത്, SSK കിട്ടാനാണ്.
അങ്ങനെയല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. NEP നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ ഒപ്പിടുന്നത്. അത് അങ്ങനെ പറയേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. അല്ല, അത് ചോദിക്കേണ്ടത് ഒപ്പിടാൻ പോയവരോടാണെന്നേ. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞങ്ങൾ അല്ലല്ല, ഒപ്പിടാൻ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ പിണറായി വിജയനും ശിവൻകുട്ടിക്കും വായിച്ചാൽ മനസ്സിലാവാത്തവരൊന്നും അല്ലല്ലോ. അവരുടെ ആളുകൾ 2024 റാണി ജോർജ് ഞങ്ങൾ എപ്പോഴേ തയ്യാറാണ്, വേണമെങ്കിൽ 1 കൊല്ലം മുമ്പ് വരെ തയ്യാറാണെന്ന് പറഞ്ഞവരാണ് ഇവര്. അവരോട് ചോദിക്കും ആ ചോദ്യങ്ങൾ, എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ശരി, വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. ഞാൻ ABP പ്രതിനിധിയിലേക്ക് കൂടി പോവുകയാണ്. EU ഈശ്വരപ്രസാദ്. ഈശ്വരപ്രസാദ്, ഇപ്പോൾ നിങ്ങൾ ആണല്ലോ ഈ ഒപ്പിടൽ കഴിഞ്ഞ ഉടനെ മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കാനായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കണ്ടത്. അപ്പോൾ ആ അഭിനന്ദനം പിൻവലിക്കുകയാണോ? ഇപ്പോഴും PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമെങ്കിൽ കേന്ദ്രം അത് റദ്ദാക്കണം, അല്ലെങ്കിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഉഭയകക്ഷി ചർച്ച നടത്തി അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാവണം. സംഭവിച്ചിട്ടില്ല. ഈ ഉപസമിതി ലിസ്റ്റ് കൊടുക്കാതിരുന്നാ മതി. അങ്ങനെ വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ ആ സമയത്ത് ABVP സമരം ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യമാണെങ്കിൽ ABVPയുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉപസമിതിയുടെ ഹെഡ് ആരാണ്? അത് മന്ത്രി V ശിവൻകുട്ടിയാണ്. അദ്ദേഹം എന്താണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? NEPയെ ഞാൻ അംഗീകരിക്കുന്നു, NEPക്ക് എന്താ കുഴപ്പം എന്ന് അദ്ദേഹം വരെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ CPIയുടെ മന്ത്രിമാർക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നത്. നന്നായി. കാരണം CPIയുടെ മന്ത്രിമാർക്ക് മനസ്സിലാവുമല്ലോ എന്താണ് NEP, എന്താണ് PM-ശ്രീ എന്നുള്ളത്. അതവർ മനസ്സിലാക്കട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ABVPയുടെ അഭിപ്രായം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ CPIയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ ബലി കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണ്. PM-ശ്രീ പദ്ധതിയിൽ കൊടുക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാതെ ഈ പണം തടഞ്ഞു വെക്കപ്പെടുന്ന സാഹചര്യം. അങ്ങനെ വന്നാണ് ഈ ABVP സമരം ചെയ്യും. കൃത്യമായിട്ട് ABVP അതുമായി മുന്നോട്ട് ഈശ്വരപ്രസാദ്, എങ്ങനെയാണത് പറയാൻ വേണ്ടി സാധിക്കുക? RSSന്റെ രാഷ്ട്രീയ ആവശ്യങ്ങളാണെന്ന് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ മൊത്തം മുഴുവൻ വിദ്യാർത്ഥികളുടെയും സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരണം. NEPയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുന്ന സമയത്ത് തന്നെ അതിൽ പറയുന്ന പോയിന്റുകളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപക ജീവനക്കാരുടെ ഗുണനിലവാരം, പഠനഫലങ്ങൾ, പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ, ഗുണഭോക്താക്കളുടെ പ്രതിബദ്ധത. ഈ 5 കാര്യമാണ് PM-ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇതിലെവിടെയാണ് പരിസ്ഥിതി സൗഹൃദമായ കാര്യങ്ങൾ? അത് RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. പര്യാവരണം എന്ന് പറഞ്ഞുകൊണ്ട് RSS മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, അതും ഓക്കെ. അപ്പോൾ ഈ പൗരബോധം, ഇത്തരം കാര്യങ്ങൾ RSS മുന്നോട്ട് വയ്ക്കുന്നതാണ്. അത് ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപക ജീവനക്കാരുടെ ഗുണനിലവാരവും പഠനഫലങ്ങളും അതെല്ലാം ഉയരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് PM-ശ്രീ നടപ്പിലാക്കും, അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉപസമിതി രൂപീകരിച്ചു, അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ സഖ്യകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. അതിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്? PM-ശ്രീയുമായി ബന്ധപ്പെട്ട് നിലവിൽ അത് റദ്ദാക്കിയിട്ടില്ല. റദ്ദാക്കാത്ത പക്ഷം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടില്ലേ? മരവിപ്പിക്കുകയാണ്, കേന്ദ്രത്തിൽ കത്തെഴുതാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മരവിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മരവിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഈ ഒപ്പിടുന്ന സമയത്ത് തന്നെ കൃത്യമായി അതിൽ 2 കഴുത്തിന് പിടിച്ച് ലിസ്റ്റ് മേടിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ലിസ്റ്റ് മേടിക്കാൻ പറ്റില്ലല്ലോ. സ്കൂളിന്റെ പട്ടിക അങ്ങോട്ട് കൈമാറിയാലല്ലേ ഫണ്ട് ഇങ്ങോട്ട് വരൂ. അങ്ങനെയാണല്ലോ പട്ടിക. അങ്ങനത്തെ സാഹചര്യം വരണമെങ്കിൽ ABVP സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് തീർച്ചയാണ്. ശരി. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, പിണറായി വിജയനെ ബിനോയ് വിശ്വം തിരുത്തിച്ചോ? PM-ശ്രീയിൽ നിന്നുള്ള പിന്നാക്കം പോക്കിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? കേരളത്തിൽ, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനകത്ത്, ഇടതുപക്ഷ മുന്നണികൾക്കകത്ത് യോജിപ്പുകളുടെയും വിയോജിപ്പുകളുടെയും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കകത്തും അഭിപ്രായ ഐക്യവും അനൈക്യവുമൊക്കെ ഇതിനു മുൻപും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രം ഒന്നുകൂടെ ചിലപ്പോൾ ഒരുപക്ഷെ ആവർത്തിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ ഇനിയും പല ഘട്ടങ്ങളിലും ഇതുപോലുള്ള യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടായെന്നിരിക്കാം. അതിനെയെല്ലാം കീഴടങ്ങലായും തിരുത്തിക്കലായും ഒക്കെ ചിത്രീകരിക്കുന്നത്, വക്രീകരിക്കുന്നത് ഒരു ശരിയായ വിധത്തിൽ യോജിച്ചൊരു പ്രവണതയല്ല എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് ആദ്യം സൂചിപ്പിക്കാനുള്ളത്.
നോക്കൂ, ഇവിടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി പത്രസമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾ പ്രതിനിധികളുടെ ചോദ്യത്തിന് മറുപടി എന്നോണം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തെ സംബന്ധിച്ച് ഇല്ലാത്ത കഥകൾ ഇതിൻ്റെ പിന്നിൽ മെനയുന്നതിനാണ് ചില ആളുകൾ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ BJPയുടെ പ്രതിനിധി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ഇന്ന് ഇന്ത്യ ചരിത്രത്തിൽ ആരെക്കുറിച്ചാണോ പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആ ആളുകളെ സംബന്ധിച്ച് നിർബന്ധപൂർവ്വം പഠിപ്പിക്കാൻ ഈ PM ശ്രീ പദ്ധതി വഴിയൊരുക്കും എന്ന നിലയിലാണ് പറഞ്ഞത്. അദ്ദേഹം മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യം, ഗോഡ്സെ ആണോ അല്ല RSS ആണോ ഗാന്ധിജിയെ കൊന്നത്, അല്ലെ ഗോഡ്സെ അല്ലേ കൊന്നത് എന്ന രൂപത്തിൽ ഒരു ഗീവൽസ്യൻ തന്ത്രം, ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന നിലയിലുള്ള കാര്യങ്ങളിലൂടെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. ഇതേ ചോദ്യം തന്നെയാണ് ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയപ്പോഴും, ഗോവിന്ദ് പൻസാരയെ കൊലപ്പെടുത്തിയപ്പോഴും, നരേന്ദ്ര ദാബോൽക്കറെ കൊലപ്പെടുത്തിയപ്പോഴും അവർ ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യം. ഇതിങ്ങനെ സമൂഹത്തിനകത്ത് ആവർത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികൾ, പാവപ്പെട്ട വിദ്യാർത്ഥികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഏകദേശം 40 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഏകദേശം 5 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ, അതിനേക്കാൾ പിന്നാക്കം നിൽക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾ, ഇവരുടെ എല്ലാം ഭാവിയെ കരുതി ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിൻ്റെ സന്ദർഭം കൂടിയാണ്. സ്വാഭാവികമായും ഇവിടെ ഉയരുന്ന എതിർപ്പ് എന്തിനെ സംബന്ധിച്ചായിരിക്കും? ഈ ഒപ്പിട്ട് ഏകദേശം 1600 പരം കോടി രൂപ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് ഉതകുന്ന തുക നഷ്ടപ്പെടുത്തിയവർ എന്ന നിലയ്ക്ക് പ്രതിചേർക്കാൻ കാത്തിരുന്നവരുടെ കയ്യിൽ നിന്ന് അവരുടെ അവസരം നഷ്ടപ്പെട്ടതിലെ നഷ്ടബോധമാണ് ഈ രൂപത്തിലേക്ക് ഇവരെ വഴിതിരിച്ചു വിടാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണോ നിങ്ങൾക്ക് ആശങ്ക വന്നത് എന്ന ചോദ്യമാണ് നിങ്ങൾക്കെതിരെ ഉയരുന്നത്. അങ്ങീ പറഞ്ഞ ആദ്യത്തെ ആശങ്കയുണ്ടല്ലോ, ആ ആശങ്കയാണ് CPI പ്രകടിപ്പിച്ചത്. ആ ആശങ്കയിലാണ് ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞെങ്കിലും പിന്നാക്കം പോകാം എന്ന് തീരുമാനമെടുത്തത്. അങ്ങ് പറഞ്ഞ ആശങ്കയിലാണ്. അല്ല, ഇതിനകത്തൊരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പാണല്ലോ എല്ലാ രാഷ്ട്രീയ ആരോപണങ്ങളുടെയും കുന്തമുന വിവിധ പാർട്ടികളുടെ നേർക്ക് വന്നു പതിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളെ ആക്രമിക്കാൻ മറ്റൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞങ്ങളെ ആക്ഷേപിക്കാൻ പറ്റില്ല, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആക്ഷേപിക്കാൻ പറ്റില്ല, സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ സഹോദരിമാരുടെ ക്ഷേമം കൈകാര്യം ചെയ്ത രീതിയിൽ ഞങ്ങളെ ആക്ഷേപിക്കാൻ കഴിയില്ല, സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങളെ ആക്ഷേപിക്കാൻ കഴിയില്ല, കേരളത്തിലെ ദരിദ്രരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുരേഷ് കുമാർ, അതായത് നമ്മളിപ്പോൾ വേറെ ആരുടെയും പരാതിയോ വിമർശനങ്ങളോ അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. CPI ഉയർത്തിയ വിമർശനം, CPI പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ഒടുവിൽ ആ നിലപാടിലേക്ക് ഇടത് നയ വ്യതിയാനം അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രിക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ PM ശ്രീ ഒപ്പിടുന്നതിന് മുമ്പ് രൂപീകരിക്കേണ്ട ഉപസമിതി ഇപ്പോൾ രൂപീകരിക്കുകയാണ്. ഒപ്പിട്ട ശേഷം ഇനി അതുമായി മുന്നോട്ട് പോകണോ എന്ന് ആലോചിക്കാൻ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ എത്തിച്ച എങ്ങനെയാണ്? PM ശ്രീയിൽ എന്താണ് കുഴപ്പം, NEPയിൽ എന്താണ് കുഴപ്പം എന്ന് വരെ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചതാണ്. അതിവിടെ കിടക്കുന്നുണ്ട്. നോക്കൂ സ്മൃതി, നിങ്ങൾ എത്രമാത്രം സമർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണോ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയത്? 2021 കേരളത്തിൽ 2ാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റെടുത്ത് ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്ന് ആദ്യമായി തീരുമാനിച്ച കാര്യം എന്താണ്? കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നയം സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ് മന്ത്രിസഭാ തീരുമാനം. വളരെ ആവേശപൂർവ്വം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അത് ഇന്നത്തെ തീരുമാനമായി മാത്രം വരുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഒരു കൃത്യമായ എമൗണ്ടിലേക്ക് ഈ സംസ്ഥാന ഭരണം കഴിയുന്നതിന് മുമ്പേ ഞങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞത് ഇന്നത്തെ തീരുമാനമാണോ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉള്ള പരാതി ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നത് ഇന്നത്തെ തീരുമാനമാണ്. ഇന്നിപ്പോൾ CPI-യുമായുള്ള തർക്കം പരിഹരിക്കുന്ന വിഷയത്തിൽ പഴയ തീരുമാനങ്ങളല്ല ക്യാബിനറ്റ് തീരുമാനങ്ങളാണ്. ഇപ്പൊ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് ഇന്നത്തെ തീരുമാനമാണ്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്ന ക്ഷാമബത്ത അടക്കമുള്ള കാര്യങ്ങളിലെ പരാതികൾ പരിഹരിച്ചത് ഇന്നത്തെ തീരുമാനമാണ്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രഖ്യാപനമായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നുണ്ട് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, അങ്ങനെ ഇപ്പോൾ ആ ജനപ്രിയ പ്രഖ്യാപനങ്ങളല്ല നമ്മുടെ വിഷയം.
നമ്മുടെ വിഷയം ഇപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്നാക്കം പോയതിനെ കുറിച്ചാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പിന്നാക്കം പോകേണ്ടി വന്നു? ഇടത് നിലപാട് എന്താണ് എന്ന് CPM പഠിപ്പിച്ചിരിക്കുകയാണ് എന്നതിലെ യാഥാർത്ഥ്യം. ഇതിപ്പോൾ PM ശ്രീയിൽ എന്താ കുഴപ്പം, NEP-യിൽ എന്താ കുഴപ്പം എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ ഇത് റിവ്യൂ ചെയ്യാനുള്ള സമിതിയുടെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വ്യക്തമായ സൂചന മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറയാൻ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ എന്ന് വെച്ചാൽ ഈ 6 മാസത്തിനിടയ്ക്ക് ഇനി ഇതിലൊരു റിവ്യൂ ഒന്നുമില്ല. ഒരു ഉപസമിതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ റിവ്യൂ ഇല്ല. ഇനി തെരഞ്ഞെടുപ്പ് വരികയല്ലേ എന്നൊരു വാചകത്തിലെല്ലാം ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ 5-ാം തീയതിയോ 6-ാം തീയതിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ സാധാരണക്കാരായ അമ്മമാർ, വന്ധ്യവയോധികരായിട്ടുള്ള പിതാക്കന്മാർ, മറ്റ് നിരാലംബരായിട്ടുള്ള സഹോദരിമാർക്കൊക്കെ ഭിന്നശേഷിക്കാർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ലഭിക്കണ്ട എന്നാണോ റിപ്പോർട്ടർ ചാനലിന്റെ തീരുമാനം? അല്ല, അത് ഇപ്പോൾ വന്ന ആ തീരുമാനം ഇപ്പോൾ വന്നതിനെ കുറിച്ചേ ചോദിച്ചുള്ളൂ. ലഭിക്കണ്ട എന്നല്ല. മാത്രമല്ല അങ്ങേക്ക് ഇതാക്കണം ലീഡ് എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെ നാളത്തെ പത്രത്തിന്റെ തലക്കെട്ട് തന്നെ അങ്ങ് ഇപ്പോൾ ചർച്ചയിൽ ഉന്നയിച്ചുകൊണ്ട് അങ്ങ് സമർത്ഥമായി അതിലേക്ക് മാത്രം വരികയാണ്. നമ്മുടെ വിഷയം PM ശ്രീ ആയതുകൊണ്ട് ദയവേത് അതിൽ നിൽക്കണം. അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് കൃത്യമായി വരും, അതിന് കൃത്യമായി മറുപടി പറയും. പക്ഷേ ഈ നിങ്ങൾക്ക് അജണ്ടയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ചർച്ചയുടെ വിഷയം അങ്ങേ അറിയിച്ചിരുന്നല്ലോ. ഗവൺമെന്റ് ചെയ്യുന്ന ചർച്ചയുടെ വിഷയം അങ്ങേ അറിയിച്ചിരുന്നല്ലോ. അല്ലല്ല, നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയം മാത്രമേ സംസാരിക്കാവൂ. അതിനപ്പുറത്തേക്ക് ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകൾക്ക് പുറത്ത് ഒരു ഇഞ്ച് പോലും പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന നിഷ്കർഷ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അത് വ്യക്തിപരമായ താല്പര്യങ്ങളുള്ളപ്പോഴാണ്. അങ്ങനെ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലബ് ചെയ്ത് പറയേണ്ടി വരും. കാരണം 1-ാം തീയതി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കാനിരുന്ന തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ, ഇന്നത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നതിന് പിന്നിലും ഉണ്ട് ഒരു രാഷ്ട്രീയം, ഒരു പ്രത്യേക താല്പര്യം ഉണ്ട്. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ദയവ് ചെയ്ത് നമുക്ക് PM ശ്രീയിലേക്ക് വരാം. നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ്. അല്ല, ചോദിച്ച ചോദ്യം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഉയർത്തിയ അല്ലെങ്കിൽ CPI ഉയർത്തിയ ഭീഷണിക്ക് മുന്നിൽ CPM വഴങ്ങിയോ എന്നാണ്. സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ, യോജിപ്പുകളുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും, ചർച്ചകൾ മുന്നോട്ട് പോകും, ആ ചർച്ചകൾ നടക്കും. ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി ഒരു ക്ലാരിറ്റി ഏറിയ അഭിപ്രായം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം സുചിന്തിതമാണ്. അത് കേരളത്തിലെ പാവപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ, അവർ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ വികസനത്തിന് വേണ്ടി ചില കാര്യങ്ങളിൽ ആ മാർഗനിർദ്ദേശം, അതിനകത്ത് റിജിഡായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ആ കാര്യങ്ങളിൽ എടുക്കാവുന്ന സമീപനം എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ജനങ്ങളെ പല ഘട്ടങ്ങളിൽ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ശ്വാസം മുട്ടിച്ച് ഈ പണം ഞങ്ങൾ തരില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവിടെ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു വാക്കുരിയാടാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഈ ചെയ്യുന്നത് നീതികേടാണ്. ഇതും കേരളത്തിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് അർഹതപ്പെട്ട പണമാണ്. ഇത് ഈ കാരണം പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ പോരാടണമായിരുന്നു അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം. പോരാടണമായിരുന്നു, അതിനാണല്ലോ കോടതിയിലേക്ക് പോകാമായിരുന്നല്ലോ. പ്രതിരോധത്തിന്റെ ഒരു ശബ്ദം പോലും അവിടേക്ക് വരികയും ചെയ്തില്ല എന്ന് മാത്രമല്ല, നല്ലതാണ് PM ശ്രീ, നല്ലതാണ് NEP എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഇവിടുത്തെ മന്ത്രിയും. CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ പറഞ്ഞത് നമ്മുടെ മുദ്രാവാക്യങ്ങളെല്ലാം സർക്കാരുകൾ നടപ്പാക്കുമെന്നാണോ കരുതുന്നതെന്നാണ്. പക്ഷേ എന്താണ് അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടെന്ന ചോദ്യമുണ്ടല്ലോ. എന്നിട്ട് അവസാനം അടിയറ വെക്കേണ്ടി വന്നല്ലോ ആ നേരത്തെയുള്ള തീരുമാനങ്ങളിൽ നിന്നും. നോക്കൂ സ്മൃതി, നിങ്ങളുടെ പോരാട്ട ആഹ്വാനത്തിന് ഞാൻ വളരെയധികം നന്ദി നിങ്ങളോട് അർപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള ന്യൂഡൽഹിയിൽ സമരം ചെയ്തു. എന്തിനാണെന്നറിയാമോ? കേരളത്തിന് അർഹതപ്പെട്ട GST വിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഫൈറ്റ് നടത്തി. നിരന്തരമായി ഒരു സർക്കാർ ഈ രൂപത്തിൽ മാത്രം പൊയ്ക്കൊണ്ടിരിക്കണം എന്ന ആഹ്വാനമാണോ നിങ്ങൾ നൽകുന്നത്? അല്ല, നമുക്ക് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ പരിഷ്കരണ നയത്തിനകത്ത് അവർ കൽപ്പിക്കപ്പെടുന്ന റിജിഡായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല, അത് പ്രാവർത്തികമാക്കാൻ അനുവദിക്കുകയില്ല എന്ന്
യാതൊരുവിധ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ആവർത്തിച്ച് പറയുമ്പോൾ അതിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. കേരളത്തിലെ അല്ല, അങ്ങനെ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഒപ്പിടണമായിരുന്നല്ലോ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. അതെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നത്? 6 മാസം മാത്രം ബാക്കി നിൽക്കേ അത്ര ബോധ്യമുണ്ടായിരുന്നില്ല. എന്തിനാണ് ഇത്ര 3 വർഷത്തെ ഫണ്ട് ലാപ്സ് ആക്കിയത്? 3 വർഷത്തെ കോടികൾ, ആ കണക്കും മുൻപ് മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി. അല്ല, നിങ്ങൾ കൽപ്പിക്കുന്ന സ്ഥലത്തും സമയത്തും അല്ലല്ലോ ഒപ്പിടേണ്ടത്. അതെന്തൊരു നല്ല മറുപടിയാണ്. അതേ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വിശ്വസനീയമായ മറുപടിയാണ്. നമ്മൾ കൽപ്പിക്കുന്ന സമയമോ? നിങ്ങൾ കുട്ടികളുടെ ഭാവിയെ കുറിച്ചുള്ള അങ്ങയുടെ ആശങ്കയിലാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. 3 വർഷം ആ ആശങ്ക നിങ്ങൾക്കില്ലാതിരുന്നു. ഇപ്പോൾ ഈ 6 മാസം ബാക്കിയുള്ളപ്പോൾ ആശങ്ക പെട്ടെന്ന് വരുന്നു, ഒപ്പിടുന്നു. അല്ല, ഒരു മന്ത്രിസഭ ഒപ്പിടേണ്ടുന്നത് എപ്പോഴാണെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില യോജിപ്പുകളും വിയോജിപ്പുകളും ഇക്കാര്യത്തിലുണ്ടാകും. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് മന്ത്രിസഭ തീരുമാനിച്ചതല്ല, അതാണ് ആദ്യത്തെ പ്രശ്നം. മന്ത്രിസഭ തീരുമാനിച്ച രൂപത്തിലല്ല ഇത് ഒപ്പിട്ടത്. അല്ല, അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ക്യാബിനറ്റിൽ വെച്ചില്ല? അതിന് മറുപടി പറയുന്നതിന് മുമ്പേ നമ്മളൊരു മുൻവിധിയിലേക്ക് എത്തേണ്ടത്. അല്ല, മുൻവിധിയല്ലല്ലോ, റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനം എന്നുള്ളത് CPI തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അവരറിയാതെ മന്ത്രിസഭയിൽ ഒരു തവണ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയിലാണ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്. അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്ക് സ്വന്തം നിലയ്ക്ക് ആകാമായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്. 2 തവണ മാറ്റിവെച്ച കാര്യം പിന്നീട് രഹസ്യമായി പോയി ഒപ്പുവെക്കുന്നതിനെ പിന്നെ എന്താണ് വിളിക്കുക? അതുകൊണ്ടല്ലേ പിന്നാക്കം പോകേണ്ടി വന്നത്? അല്ല, പിന്നോക്കം പോകുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉപസമിതി കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിക്കുന്നതിനെ സംബന്ധിച്ചോ ഒക്കെ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ആ അധികാരവും അവകാശവും പ്രയോജനപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളെ, ഫെഡറൽ തത്വങ്ങളെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരുകളെ ചില കാര്യങ്ങൾ പറഞ്ഞ് മുൾമുനയിൽ നിർത്തുകയാണ്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ആ രാഷ്ട്രീയ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലും മാധ്യമങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ രൂപത്തിൽ പക്ഷം പിടിക്കുന്ന നിലപാടുണ്ട്. ഈ ആയുധത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. നിങ്ങൾ ആ ആയുധത്തിന് മുന്നിൽ കീഴടങ്ങി അടിയറ വെച്ചു എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണം. ഒരിക്കലുമില്ല. ഞങ്ങൾക്കങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കീഴടങ്ങൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അവരുടെ പഠന പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചകൾക്കകത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ ശക്തമായി പരിശോധിക്കുകയും പരിഹരിക്കുകയും ചെയ്യാൻ ആർജവമുള്ള പ്രസ്ഥാനമാണ് LDF, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾക്ക് അതിന് നയിക്കുന്ന മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു CPI എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന കാര്യം. ശ്രീ NP ചെക്കുട്ടി, കഴിഞ്ഞ 6 ദിവസം കേരളം ചർച്ച ചെയ്ത വിഷയത്തിൽ ഒരു വിശദീകരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇപ്പോൾ PM ശ്രീയുമായി തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രൂപീകരിച്ച ഉപസമിതി, അതിലാരൊക്കെ, അതിൻ്റെ അധ്യക്ഷനാര് എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പിന്നീടും ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നത് വിശദീകരണമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോൾ എത്തിയ ഒരു ധാരണയുണ്ട്, അതിൽ നിന്നും തൽക്കാലം പിന്നോട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശദീകരണം അവിടെയുണ്ട്. ആ വിശദീകരണം എന്നുള്ളത് ഒരു നെറ്റിച്ചിരിച്ചുള്ള പറച്ചിലുമാണ്. അതിനെ എങ്ങനെ വേണം മനസ്സിലാക്കാൻ? അല്ല, ഇത് വളരെ ക്ലിയറാണ്. മുഖ്യമന്ത്രിക്ക് വലിയ ഒരു പിന്നോക്കം പോക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പല സ്റ്റെപ്പുകൾ പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമായ പരാജയം തന്നെയായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ശിവൻകുട്ടിയുടെ പരാജയമായിട്ട്, ശിവൻകുട്ടിയെ ഇതിൻ്റെ പേരിൽ പിന്നെ ബലികടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇത് അടിസ്ഥാനപരമായി മുഖ്യമന്ത്രിയുടെ പരാജയമാണ്. എന്തുകൊണ്ട്? അദ്ദേഹമാണ് ഈ മന്ത്രിസഭയുടെ നായകൻ, അദ്ദേഹമാണ് CPIയുടെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്. ആ പാർട്ടിയുടെ മുന്നണി, ആ മുന്നണിയുടെ ഒരു സമ്പ്രദായമുണ്ട്. അതേ കൂടെയുള്ള ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നയപരമായ വിഷയങ്ങളിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്ന പിന്നെ ആർക്കെങ്കിലും പോയിട്ട് സൗകര്യം പോലെ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇത് വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടൊരു വിഷയമാണ്.
തത്വങ്ങളുമായി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താണ്? NEP എന്ന് പറയുന്ന ഒരു സാധാരണ വിദ്യാഭ്യാസ നയമല്ല, മറിച്ച് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ, അവരുടെ ദാർശനിക വീക്ഷണങ്ങളുടെ, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെ, ഇന്ത്യയെ സംബന്ധിച്ചുള്ള അവരുടെ ഏകപക്ഷീയമായ നിലപാടുകളെ, ആ നിലപാടുകളെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ, യുവതലമുറയുടെ മുമ്പിൽ, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും അതിനെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനമാണത്. അപ്പോൾ അതിനോട് ഇടതുപക്ഷത്തിന് യോജിക്കാൻ കഴിയില്ല. മറ്റു ഇപ്പോൾ സ്കൂളിനകത്ത് ബാത്റൂം ഉണ്ടാക്കുന്നത്, പെൺകുട്ടിക്ക് വേറെ ബാത്റൂം, ആൺകുട്ടിക്ക് വേറെ ബാത്റൂം, ലാബറട്ടറി, ലൈബ്രറി, ഇതൊന്നും അല്ല ഇതിനകത്തുള്ള പ്രശ്നം. ബേസിക് ആയിട്ടുള്ള പ്രശ്നം NEPയുടെ നയങ്ങളുമായിട്ട്, NEPയുടെ കാഴ്ചപ്പാടുമായിട്ട്, അതിൻ്റെ ഫിലോസഫിയുമായിട്ട് ഇടതുപക്ഷത്തിന് യോജിക്കാൻ കഴിയില്ല എന്നുള്ള. അപ്പം അതിനകത്ത് ആ വിഷയം ചർച്ച ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ. മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടി പറയേണ്ടിയിരുന്നത് എവിടെയാണ്? ഇടതുപക്ഷ മുന്നണിയിലാണ് പറയേണ്ടിയിരുന്നത്, മന്ത്രിസഭയിലാണ് പറയേണ്ടിയിരുന്നത്. കാരണം ഈ വിഷയം പിന്നെ CPIക്കാർ ഉന്നയിച്ചിരുന്നതെന്നല്ല, നേരത്തെ അവർ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവർ 2 തവണയെങ്കിലും ക്യാബിനറ്റിലെ വിഷയം ഉന്നയിച്ചിരുന്നു. അന്ന് മാറ്റിവെക്കുക. ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് പറയാമായിരുന്നല്ലോ അദ്ദേഹത്തിനുള്ള ബോധ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആർഗ്യുമെൻറ്റുകൾ. അത് മന്ത്രിസഭയിലോ LDFലോ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തി പോകാമായിരുന്നല്ലോ. അതിന് പകരം നട്ടപ്പാതിലേക്ക് സീക്രട്ടായിട്ട് പോയി ഒപ്പിട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും അത് പിന്നെ മറ്റു കക്ഷികൾക്ക് അംഗീകരിക്കണം എന്ന് പറ്റില്ല. അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ശ്രീ NP ചെക്കുട്ടി, പലപ്പോഴും എതിരഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കൽ എന്ന രൂപമാണല്ലോ പതിവായി കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു നയത്തിന്റെ കാര്യത്തിൽ ഇത്രയും കടുത്ത ഒരു സമീപനം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അല്ലെ, ഞാൻ സ്മൃതി അതിന് ഞാൻ പറഞ്ഞത്, CPI അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. അവിടെയാണ് പ്രശ്നം. CPMനെ സംബന്ധിച്ചിടത്തോളം CPM പിന്നെ അതിൻ്റെ നിലപാടുകൾ പോയി ഇപ്പോൾ ഏതാണ്ട് ഒരു വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ രൂപത്തിലേക്ക് എത്തുകയാണ്. നിർഭാഗ്യവശാൽ CPMൻ്റെ രാഷ്ട്രീയ നയത്തിൽ സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ അത് കണ്ണുള്ളവർക്കൊക്കെ കാണാൻ കഴിയും. CPI ഇന്നും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, ഇടതുപക്ഷ നയങ്ങൾ അവർ ഉയർത്തുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അവർ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയില്ല, ഒരു ഇടതുപക്ഷ നിലപാടെടുക്കുന്ന ആർക്കും കഴിയില്ല. CPMൽ തന്നെ ഇതിനോട് എതിർപ്പുള്ള ആളുകളുണ്ട്, CPMൻ്റെ കേന്ദ്ര ലീഡർഷിപ്പിൽ എതിർപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് തൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടത്താം എന്ന് പിണറായി വിജയൻ വിചാരിച്ചത് ഈ വിഷയത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. കാരണം എന്താണ്? അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾസിൻ്റെ പ്രശ്നമാണ്. പ്രിൻസിപ്പിൾസിൻ്റെ പ്രശ്നത്തിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യില്ല. അതാണ് ബിനോയ് വിശ്വം കൃത്യമായിട്ട് കാണിച്ചു തന്നുള്ളത്. അത് ഇപ്പോൾ പിണറായിക്ക് മനസ്സിലായി, അതുകൊണ്ട് വിഡ്രോ ചെയ്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ശരി, ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ വല്ലാത്ത രീതിയിൽ BJPയുമായുള്ള ഒത്തുതീർപ്പ് എന്ന രൂപത്തിലൊക്കെയാണ് CPMനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ രാജസ്ഥാൻ ആദ്യം ഒപ്പിട്ട കാര്യം CPM പ്രതിനിധികൾ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം അതാണ്, അത് സംഭവിച്ചതുമാണല്ലോ. അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത പ്രതിരോധം ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നിങ്ങനെ ആവർത്തിക്ക് ചോദിക്കുന്നതിലെ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതിന് KC വേണുഗോപാൽ വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഏത് കാലഘട്ടത്തിൽ എപ്പോഴാണ് എന്നതൊക്കെ. എന്നാൽ അതേ സമയത്ത് ഇവിടെ നടന്ന സംഭവങ്ങൾ ചെറിയ കാര്യമല്ല. കാരണം നമ്മുടെ നിയമവകുപ്പ് വളരെ കൃത്യമായി ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാബിനറ്റ് പരിശോധിച്ചിട്ട് ഇത് ചെയ്യാവുന്നു. അതുപോലും കാറ്റിൽ പറത്തിയിട്ടാണ് ഇവിടെ ഡീല് നടന്നത്. മാത്രമല്ല ഈ ഒപ്പിട്ട വിവരം ഒപ്പിട്ടത് 15-ാം തീയതി, 22-ാം തീയതി ക്യാബിനറ്റ് കൂടുണ്ട്. ആ ക്യാബിനറ്റിലും ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതുപോലും പറഞ്ഞില്ല എന്നത് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നല്ല ഇതിനർത്ഥം. എത്ര മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പിന്നെ ഇവിടെ സുരേന്ദ്രൻ പല കാര്യങ്ങളും പിന്നെ വന്ന് പറയുകയുണ്ടായി. ഈ സുരേന്ദ്രൻ തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്ത് പഠിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അല്ലേ? ഹെഡ്ഗേവാറുടെ ചരിത്രം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ പഠിപ്പിക്കേണ്ടി വരും, സവർക്കറിന് പഠിപ്പിക്കേണ്ടി വരും. എത്ര ദാർഢ്യത്തിലാണ് ഇവർക്കതൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? ഇവർക്ക് 1 വർഷം മുമ്പ് തന്നെ ഇത് സ്മെല്ല് ചെയ്തിട്ടുണ്ടെന്ന് സുരേന്ദ്രനോട് പറയുണ്ടായി, അല്ലേ? രഹസ്യമായി പല ഡീലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPIൻ്റെ സുനിൽ കുമാർ തൃശ്ശൂർ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യണം. അപ്പോൾ അറിയാം ഈ BJPയുമായുള്ള സംഘപരിവാറുമായുള്ള പിന്നെ ഇവിടെ CPMലെ ചിലർക്കുള്ള ഡീലിങ്ങൊക്കെ. അവരുടെ ഏറ്റവും വലിയ പ്രഭാരി EP ജയരാജൻ്റെ ഫ്ലാറ്റിലേക്കാണ് വരുന്നത്. ആ പ്രഭാരിൻ്റെ അടുത്തേക്ക് പിന്നെ വേറെ ഏതെങ്കിലും BJP നേതാക്കൾ വീട്ടിൽ പ്രഭാരി പോവുമോ? അയാൾ വലിയ 7 സ്റ്റാർ ഹോട്ടലിലാണ് നിൽക്കുക, അവിടെ അങ്ങോട്ട് പോയിട്ട് ക്യൂ നിൽക്കണം.
എന്നാൽ ഇങ്ങേപ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒരു CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായി കിടക്കുന്ന ആൾ ഫ്ലാറ്റിൽ വരണമെങ്കിൽ എന്തോ സംഗതി ഉണ്ടല്ലോ. മാത്രമല്ല തൃശ്ശൂരിൽ തൊട്ട് CPIക്ക് ഇത് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ CPIനെ സംബന്ധിച്ചിടത്തോളം CPI വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാടെടുത്ത് ഈ നിലപാടെടുത്തില്ലെങ്കിൽ CPI ഉണ്ടാവില്ല. CPMനെ പോലെയല്ല CPI. ആളെണ്ണം കുറവാണെങ്കിലും ഉള്ളത് ആദർശ ശുദ്ധിയുള്ളവരാണ്. അവിടെ നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരെ അണികൾ എന്ന് പറഞ്ഞാൽ CPIൻ്റെ അണികൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇതിൽ ഇൻവോൾവാണ്. CPMമാരുമാരി എന്ത് ചില്ലറ കൊടുത്താൽ ഒതുക്കി വെക്കുന്ന ആദർശമല്ല അവർക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞാനൊക്കെ പിന്നെ നമ്മുടെ CPIൻ്റെ സെക്രട്ടറിയുമായൊക്കെ ഞങ്ങൾക്ക് 10-30 വർഷമായി വിവിധ സെമിനാറുകൾക്ക് നിന്ന് കണ്ടുമുട്ടുന്ന ബന്ധമുണ്ട്. മതനിരപേക്ഷതയിലും സോഷ്യലിസത്തിലും ഒക്കത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വങ്ങളാണ് അവർ. ബിനോയ് വിശ്വം വനം മന്ത്രിയായ സമയത്ത് നമുക്കറിയാം വിവിധ സെമിനാറുകൾക്കൊക്കെ ഞങ്ങൾ കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് ഞങ്ങളെല്ലാവരും വന്നിറങ്ങുക. ഞങ്ങളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരിക്കും. പക്ഷേ ആ സെമിനാറിലേക്ക് ഒരു വാഹനത്തിലാണ് ഞങ്ങൾ പോവുക. ഒമ്പിച്ച ചർച്ചകളുണ്ടാവും. മാത്രമല്ല CPIൻ്റെ ഈ ഇത്തരം മന്ത്രിമാർ നേതാക്കളോടൊക്കെ അവിടെ ചരിത്രം തന്നെ എടുത്തു നോക്ക്. അവരുടെ സാമ്പത്തിക നിലയിലൊന്നും മന്ത്രിയായി എന്ന് വിചാരിച്ച് ഒരു ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. ഒരളവോളം അത്തരം ആളുകളെ ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ പ്രതിസന്ധി കേരളത്തിലുണ്ടായപ്പോൾ അച്യുത മേനോനെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളാണ്. ഇത് അച്യുത മേനോൻ്റെ ജീവചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഡൽഹി വിട്ട് ഇങ്ങോട്ട് വന്നതെന്ന്. എനിക്കറിയില്ല, ബാഫി തങ്ങളോട് ചോദിക്കണം. അദ്ദേഹമാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ബാഫി തങ്ങളാണ് അദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത്. CPIയുമായി വളരെ നല്ല ബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPI ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ധാരാളം വിട്ടുവീഴ്ച ചെയ്തൊരു പാർട്ടിയാണ്. പക്ഷേ ആ വിട്ടുവീഴ്ച ചെയ്ത് എവിടെ എത്തി? തൃശ്ശൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നിടത്തേക്ക് ഡീല് പോയി. ഇപ്പം കടന്ന് ഇവിടെ എത്തി. വിദ്യാഭ്യാസ മന്ത്രി ഡിക്ലെയർ ചെയ്തില്ലേ എല്ലാ കാലവും ഒരു നയമായിട്ട് നടക്കാൻ കഴിയും, നയാണ്ട് മാറ്റിയെന്ന്. ഇവിടെ എത്ര കിട്ടാൻ പോകുന്നത്? 2022 ആണിത്. 22-ലത്തെ ഇനി കിട്ടോ? ഇല്ല. 23-ലത്തെ കിട്ടോ? ഇല്ല. 24-ത്തെ കിട്ടോ? ഇല്ല. 25-ത്തെ കിട്ടോ? ഇല്ല. ഇനി 25-26 ഒരു കൊല്ലത്താണ്. അത് 300 ചില്ലാൻ കോടി. നോക്ക് സ്മൃതി, 1,40,40,000 കോടി വരുമാനമുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. അത് മനസ്സിലാക്കണം. വളരെ ഭദ്രമാണ്. എന്നാൽ അതേ സമയത്ത് ഈ ഗവൺമെൻറ് 10 വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എത്രയാണ്? 113 കോടിയാണെങ്കിൽ ഇന്ന് എത്ര ആയി നോക്കണം. ഇന്ന് 1,100 ചില്ലാൻ കോടിയായി. എൻ്റെ എല്ലാ പരിധിയും വിട്ടു. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ കേന്ദ്രം എന്താ ചെയ്യുക? ഈ MOU പിന്മാറിയതിൻ്റെ ഫലമായി കടുത്ത പ്രതികാര നടപടികൾ ഇനി വരാൻ പോവുക. അവർക്ക് ഒരു കാരണം കിട്ടണം. കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു പിഴവ്, ഒരു ക്ലറിക്കൽ പിഴവ് കിട്ടിയാൽ അത് വെച്ച് ഒരു പിഴവ് ഇല്ലാതെ തന്നെ നമ്മളങ്ങനെ ഞെരക്കുക. വയനാടിൻ്റെ ഒന്ന് 10 എത്ര എണ്ണം ചത്തോട്ടെ, ഏത് പ്രളയത്തിൽ ചത്തോട്ടെ, ഒരു ചുക്കും തരൂല എന്ന നിലപാട് എടുക്കുന്ന കേന്ദ്രം അവർക്ക് റെക്കോർഡിക്കലായിട്ടുള്ള എവിഡൻസിബിളായ ഒരു കാരണം കേരളത്തിൻ്റെ അവകാശത്തെ നിഷേധിക്കാൻ ഇതുവരെ ഇല്ലായിരുന്നു. ഇനി ആ കാരണം കൂടി അവിടെ വെച്ചു കൊടുത്തു. ഇനി ഈ കാരണം MOUവിൽ ഒപ്പിട്ട് ഏകപക്ഷീയമായി നിയമവിരുദ്ധമായി പിന്മാറി എന്ന കാരണം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ ചൊവ്വേ കിട്ടേണ്ട സർവ്വ ഫണ്ട് ഇവിടെ മുടങ്ങാൻ പോവുക. അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ, ഈ നമ്മുടെ കൃഷ്ണൻകുട്ടിയും നമ്മുടെ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും തന്നെ ഇതിന് സമാധാനം പറയേണ്ടി വരും. യാതൊരു സംശയം വേണ്ട. ഇത് ചെറിയ കാര്യമല്ല. കാരണം അതിന് ചോദിച്ചാൽ നേരെ പോയിട്ട് അവിടെ എന്തുകൊണ്ട് ഒപ്പിട്ടില്ല, ഈ കോൺഗ്രസ് അവിടെ ചെയ്തില്ല, അതല്ലല്ലോ ന്യായീകരണം. നിങ്ങൾ ഇപ്പോഴും ആ CPMൻ്റെ പ്രതിയോട് നമ്മളൊരു ചോദ്യം ചോദിച്ചില്ല, എന്തുകൊണ്ട് ഇത് ക്യാബിനറ്റിൽ വെച്ചില്ല? അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? ഒരു മറുപടിയും ഇല്ല. ആവർത്തിച്ച് സ്മൃതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെന്താ മറുപടി ഉണ്ടോ? ഒരു മറുപടിയില്ല. ഒക്കെ പറയുന്നത് എന്താണ്? പട്ടികജാതിക്കാർ അടിസ്ഥാന വികസനം ഇതെന്താ 2022 അറിഞ്ഞുകൂടിയോ ഈ കാര്യങ്ങളൊക്കെ? ഇപ്പം എന്താ ബുദ്ധി ഉദിക്കാൻ കാരണം? ഇവിടെ ശിവൻകുട്ടി പറയുന്നത് വിശ്വാസത്തിലെടുക്കണോ എന്നതാണ് ചോദ്യം. ശിവൻകുട്ടി പറഞ്ഞ എല്ലാ കാര്യവും ഒരു നയമായിട്ട് നടക്കാൻ കഴിയും. ഞാൻ നയം മാറ്റിയോണ്ട് പോയി ഒപ്പിട്ടു. ഇപ്പോൾ ഒപ്പിട്ടോടുത്തത് പിന്മാറാൻ വന്നാൽ ഇനി എത്ര നയാണ് ഈ ശിവൻകുട്ടി മാറ്റുക? ഇനി ശിവൻകുട്ടി എന്ത് ചെയ്യും? ശിവൻകുട്ടി ആകെ പരിഹാസ്യനായി മാറിയില്ലേ? ക്യാബിനറ്റിനെ അറിയിക്കാത്ത ഗുരുതരമായ കുറ്റം കുറ്റക്കുട്ടികളുണ്ട്. നിയമപരമായ ഒരു വ്യവഹാരത്തിലേക്ക് പോയാൽ ശിവൻകുട്ടിക്ക് രാജിവെക്കേണ്ടി വരും. MOU പഠിക്കേണ്ട സമിതിയുടെ അധ്യക്ഷൻ ശിവൻകുട്ടി. അതാണ് ഏറ്റവും വലിയ രസം. അതെ, അതിൽ മാത്രമല്ല, സുരേന്ദ്രനോട് പറഞ്ഞല്ലോ, അതിൽ കേന്ദ്രത്തിന് പിന്മാറാൻ അധികാരമുണ്ട്. ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് പിന്മാറാനുള്ള അധികാരമില്ല എന്ന് അതിൽ പറയുമ്പോൾ പിന്നെ പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചാൽ ആ സന്നദ്ധത അവിടെ അറിയുമെന്നല്ലാതെ അതിന് മുകളിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് തീരുമാനിക്കേണ്ട പന്ത് കേന്ദ്രത്തിൻ്റെ കോർട്ടിലാണ്. ഇവിടെ നിങ്ങൾ ഈ കടലാസിൽ അധര വ്യായാമവും എക്സസൈസും നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇനി കേന്ദ്രം തീരുമാനിക്കേണ്ടത്. കേരളം കുറ്റം ചെയ്തൊരു സ്റ്റേറ്റായി കേന്ദ്രത്തെ മുമ്പിൽ മാറി, ലീഗലായി മാറി.
അവിടെ ഇനി അവർ എന്തൊക്കെ ക്രൂരത കേരളത്തോട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും, ഒരു സംശയം വേണ്ട. അതിനൊക്കെ ഉത്തരവാദിത്വം ഈ കളിക്ക് നേതൃത്വം കൊടുത്ത ഈ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും തന്നെ ആയിരിക്കും, സംശയം വേണ്ട. ശരി പ്രസാദ്, ഇപ്പോൾ കേരളത്തെ കാത്തിരിക്കുന്നത് പ്രതികാര നടപടികളാണോ? ഒരിക്കലുമല്ല. നമുക്കറിയാം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ഫണ്ടാണ് കിട്ടാനുള്ളത്. ഒന്ന് SSK ഫണ്ടിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനും പിന്നെ NEP ഇംപ്ലിമെൻറ്റേഷനും. SSK ഫണ്ട് 2ആയിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ PM ശ്രീ നടപ്പിലാക്കുന്ന സമയത്ത് ആ NEP ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടും. അപ്പോൾ അത് ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു ഭരണകൂടം നിശ്ചയിക്കുന്ന നയത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും PM ഉഷ പദ്ധതിയുമായിട്ട് എത്ര കോടി രൂപയാണ് ഈ കേരളത്തിലേക്ക് വന്നത്. അത് സർവകലാശാലകളിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു, കൃത്യമായിട്ട് നടക്കുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനൊരു തരത്തിലേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും ഇന്ന് മുന്നോട്ട് പോകും നല്ല രീതിയിൽ. ഇനി PM ശ്രീ പദ്ധതിയുമായിട്ട് പോകുന്ന സമയത്ത് കേരളത്തിലെ 336 സ്കൂൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വികസനം ഉണ്ടാകും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും. അതിലൊന്നും യാതൊരു സംശയവും നമുക്ക് വേണ്ട എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ കൃത്യമായി അത് പറയുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. NEPയുമായി ബന്ധപ്പെട്ട് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഗുണങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം അത് പത്രസമ്മേളനത്തിൽ വിവരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അങ്ങനെ പൈസ തടഞ്ഞു വയ്ക്കുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കോടതി പോകാമല്ലോ. എന്തുകൊണ്ട് കോടതി പോയില്ല? ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ചർച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വിളിക്കുകയുണ്ടായി. ആ പൊതുവിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ചയിൽ ഈ PM ശ്രീ പദ്ധതിയിൽ പങ്കുചേരാൻ പറ്റില്ല എന്ന് ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പറയുന്ന സമയത്ത് ABVP അത് പറ്റില്ല, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച ബഹിഷ്കരിച്ചിറങ്ങി വന്നു. അന്ന് കോടതിയിൽ പോകുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അന്ന് കേന്ദ്രമന്ത്രിമാരെ തടയുമെന്നാണ് SFI പറഞ്ഞത്. എവിടെയാണ്? ഒന്നും ഉണ്ടായില്ല, കോടതിയിലും പോയില്ലോ. ഇന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു NEP അദ്ദേഹം മനസ്സിലാക്കി, NEPക്ക് എന്താ കുഴപ്പം എന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. PM ശ്രീക്ക് എന്താ കുഴപ്പം, കുട്ടികൾക്ക് ഗുണമുണ്ടാവുന്ന കാര്യമല്ലേ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ട് എന്ന് സർക്കാരിനുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ ധാരണയുണ്ട്. ഈ PM ശ്രീ പദ്ധതിയോടുകൂടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഉറപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ CPIയെ ഒരു നിലപാട് പറഞ്ഞു. അപ്പോൾ ആ CPI ഒന്ന് സംരക്ഷിക്കണം, അതിനുവേണ്ടി ഒരു കത്ത് കേന്ദ്രത്തിലേക്ക് അയക്കും എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഈ PM ശ്രീ പദ്ധതിയോട് കൂടിയിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാൻ വേണ്ടി പോകുന്നത്. ശരി, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഇപ്പോൾ ഈ പദ്ധതി പഠിക്കാൻ വേണ്ടി MOU പഠിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുകയാണല്ലോ. ആ ഉപസമിതി എപ്പോൾ റിപ്പോർട്ട് നൽകണം എന്നുള്ള തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അത് പേരിന് ഈ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ വേണ്ടി തൽക്കാലം രൂപീകരിച്ച സമിതിയായിട്ട് കണ്ടാൽ മതിയോ? അതല്ല, ഇത് പഠിച്ച ശേഷം വീണ്ടും നടപ്പാക്കാനുള്ള ആലോചനകളിലേക്ക് പോകുന്നുണ്ടോ? നോക്കൂ, ഈ ചർച്ചയുടെ ആദ്യം ബഹുമാനപ്പെട്ട സ്മൃതി തന്നെ പല ഘട്ടങ്ങളിലും UDFന്റെ പ്രതിനിധിയോട് ചോദിച്ചു, രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ സംബന്ധിച്ച്. അന്ന് ഞാൻ ഓർക്കുന്നു അശോക് ഗെഹ്ലോട്ടാണ് രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോദ്യത്തിൽ അദ്ദേഹം എത്ര സമർത്ഥമായാണ് വഴുതി മാറിയത്. എന്നിട്ട് അദ്ദേഹം വഴുതി മാറലിനെ സംബന്ധിച്ച് ഇവിടെ വളരെ 1000 നാവുള്ള അനന്തനെ പോലെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ്. രാജസ്ഥാനിൽ അവർക്കാവാം, അതുപോലെ തന്നെ അവർ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലാവാം. കേരളത്തിൽ ഇതാവാൻ പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന, ഹിഡൻ അജണ്ട ഇവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. ഒരു വശത്ത് BJP സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ, കാഠിന്യമേറിയ മാനദണ്ഡങ്ങൾ മൂലം ഞങ്ങൾ ചില ആശയവിനിമയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പണം കിട്ടിയിട്ടില്ല, ഈ പണം അർഹതപ്പെട്ടതാണ്, അത് കൊണ്ടുവരാൻ പോലും കഴിയാത്ത ഗവൺമെൻറ് എന്ന രൂപത്തിൽ ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ BJP സർക്കാരുമായി അലയൻസിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിൽ ഒപ്പുവെച്ചു എന്ന നിലയിലേക്ക് ഞങ്ങളെ മോശക്കാരാക്കി വരുത്തി തീർക്കുക. ഇതാണ് നിങ്ങളുടെ ഹിഡൻ രാഷ്ട്രീയ അജണ്ട. ഈ അജണ്ട കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിഞ്ഞതിൻ്റെ ജാള്യത നിങ്ങൾക്കാണുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രാജസ്ഥാനിലെ വിവരം ചോദിക്കുമ്പോൾ നിങ്ങൾ സഹാറ മരുഭൂമിയിലെ മണലിൻ്റെ കാര്യം പറയുന്നത്. പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി അതാണ് ആദ്യം തിരുത്താൻ തയ്യാറായത്. തൃശ്ശൂരിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ മിണ്ടാതിരിക്കില്ല.
നിങ്ങൾ മിണ്ടാതിരിക്കണം. അല്ല നിങ്ങളെ ഓർമ്മിപ്പിക്കാണ് ഞാൻ രാജസ്ഥാൻ KC വേണുഗോപാൽ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതും കൂട്ടി പറയണം. തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ് വോട്ട് കുറഞ്ഞത്? നിങ്ങൾ VS സുനിൽകുമാർ പരാജയപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മുരളീധരന് എത്രമാത്രം വോട്ടാണ് കുറഞ്ഞത്? ആ വോട്ടിന്റെ അനുപാതികത്തിൽ എത്രമാത്രം വോട്ടാണ് BJPക്ക് കൂടിയിട്ടുള്ളത്? ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കണ്ടേ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ എങ്ങനെ ആടിനെ പട്ടിയാക്കി എത്ര കാലം ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നോട്ട് പോകും? മുന്നണി തൃശ്ശൂർ ജില്ലയുടെ പുറത്ത് പിന്നെ അതൊക്കെ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. 80,000 വോട്ട് തൃശ്ശൂരിന്റെ പുറത്തുള്ള 1.25 ലക്ഷം വോട്ട് ഐക്യജനാധിപത്യ വോട്ട് നിങ്ങളും BJP തമ്മിലുള്ള ഡീലാണ്. നിങ്ങളെ സഹായത്താലെ 1.25 ലക്ഷം വോട്ട് വേറെ മണ്ഡലത്തിൽ തൃശ്ശൂരിനെ തിരികെ കയറ്റി. സമയം കഴിയാണ്. തൃശ്ശൂരിലെ കാര്യങ്ങളൊക്കെ അന്ന് VS സുനിൽകുമാർ തന്നെ പറഞ്ഞിട്ടാണ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, ശ്രീ ഷാഫി ചാലിയം, ശ്രീ ഈശ്വരപ്രസാദ്, ശ്രീ NP ചക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന് ഒപ്പം ശ്രീ K സുരേന്ദ്രനും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.